ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രേവതിനെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ രേവതി കയറി ചെല്ലുന്നത് നേരെ നമ്മുടെ ഫൈനാൻസറിന്റെ വീട്ടിലേക്ക് തന്നെയാണ്. അവിടെ നമ്മുടെ ശ്രുതിയുള്ള കാര്യമൊന്നും രേവതി അറിയുന്നില്ല. ഇതൊന്നും അറിയാതെയാണ് രേവതി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ രേവതിനെ കണ്ടതും, എന്താടി നീ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, നിന്നോട് ഞാൻ ഓഫീസിൽ വെച്ച് പറഞ്ഞല്ലേ ഇങ്ങോട്ടേക്ക് വരണ്ട, നിന്റെ ഭർത്താവിന് വാടകയ്ക്ക് വണ്ടി തരില്ല എന്ന്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി ശ്രദ്ധിക്കുന്നത്. ശ്രുതി ആണെങ്കിൽ അയ്യോ ഇത് രേവതി അല്ലേ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ആണെങ്കിൽ ശ്രുതിയെ കണ്ടതുമില്ല. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, അത് സാറേ എനിക്ക് വേറൊന്നുമല്ല, എനിക്ക് എന്റെ ഭർത്താവിന് ഓട്ടം വേണം, അപ്പം വാടകയ്ക്ക് വണ്ടി തരണം എന്നിങ്ങനെ പറഞ്ഞു നോക്കുന്നതും ശ്രുതിയുടെ മുഖത്തേക്ക്. എന്ത് ചെയ്യാനാണ്, നമ്മുടെ രേവതിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയി. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അപ്പോഴത്തേക്കാണ് അയാൾ പറഞ്ഞു, നീ എന്തിനാ അകത്തേക്ക് നോക്കുന്നത്? നീ എന്നെ നോക്കി സംസാരിക്കുക. ഇനി സച്ചിക്ക് കാർ വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വെറുതെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്റെ സമയം കളയാനായിട്ട്? നിനക്കൊന്നും വേറെ പണിയില്ല പെങ്കൊച്ചെ, നിനക്കൊക്കെ വീട്ടിൽ പോയിരിക്കത്തില്ലേ? ചുമ്മാ കെട്ടിയവൻ ഓരോന്ന് ചെന്നിട്ട് അതിന്റെ പുറകെ ഇറങ്ങിയേക്കുക. അതെ, അവനെ ജോലി ഇല്ലാതെ കുറച്ച് നാള് അലഞ്ഞു നടക്കുമ്പോ ബുദ്ധി വരും. അപ്പം ഞാൻ ആരാണെന്ന് അവന് മനസ്സിലാകും. അവന്റെ വിചാരം ഈ ലോകത്തിൽ അവൻ മാത്രമേ തലപ്പൊക്കം എടുത്തുള്ളൂ എന്ന, ബാക്കിയുള്ളവരെല്ലാം അവന്റെ കീഴിൽ കിടക്കണം എന്ന് പറഞ്ഞാലേ അതൊന്നും നടപ്പുള്ള കേസല്ല. അത് പിന്നെ സാറേ അദ്ദേഹത്തിന് അറിയാതെ പറ്റിപ്പോയതാ സാറേ, ക്ഷമിക്കണം. ഒരു തെറ്റും എന്റെ ഭർത്താവ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് അദ്ദേഹത്തിന് കാർ ഓടിക്കാൻ കൊടുക്കണം സാറേ, കാരണം ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല. ആരും അദ്ദേഹത്തിന് ഇപ്പൊ ഡ്രൈവർ ജോലി കൊടുക്കുന്നില്ല. അത് സാറ് കാരണം അദ്ദേഹം ഭയങ്കര വിഷമത്തിലാ. ഇപ്പൊ അദ്ദേഹം എന്ത് ജോലിക്കാ പോകുന്നതെന്ന് അറിയാമോ? ഇപ്പം കാറ് കഴുകാൻ വേണ്ടിയാ അദ്ദേഹം പോകുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി ആണെങ്കിൽ, ഓഹോ അപ്പൊ ഇപ്പൊ സച്ചിക്ക് ജോലി ഇല്ലല്ലേ എന്നിങ്ങനെ പറയുന്നത്. പിന്നെ ഒരു തിരുത്തുണ്ട് കേട്ടോ, കാറ് കഴുകുന്ന കാര്യം നമ്മുടെ രേവതി പറയുന്നില്ല കേട്ടോ. സോറി, കാറ് കഴുകുന്ന കാര്യം പറയുന്നില്ല. എന്റെ ഭർത്താവിന് ജോലി ഇല്ലെന്ന് മാത്രമേ പറയുന്നുള്ളേ. അപ്പൊ അതാണ് നമ്മുടെ ശ്രുതി കേൾക്കുന്നത്. അപ്പൊ ഏതായാലും നമ്മുടെ ഫിനാൻസർ പറഞ്ഞു, നിന്നെ കണ്ടാൽ ഒരു പാവത്താനെ പോലെ ഉണ്ട്, പക്ഷേ നിന്റെ ഭർത്താവ് അങ്ങനെയല്ല. ഞാനേ പലിശയ്ക്ക് പണം കൊടുക്കുന്നവനാ, അതുകൊണ്ട് എല്ലാവർക്കും എന്റെ ഒരു ഭയമുണ്ട്. അവനെ എന്നെ അടിക്കാൻ നോക്കി, എന്നെ ഇടിക്കാൻ നോക്കി, കൊല്ലാൻ നോക്കി. അപ്പൊ പിന്നെ ആളുകൾ എന്താ വിചാരിക്കുന്നത്? ഞാൻ വെറും അശുവാണെന്ന്. അങ്ങനെ വിചാരിച്ചാൽ ശരിയാവോ? പലിശയ്ക്ക് കൊടുക്കുന്നവർക്ക് ഊരും ഉശുരും ഒക്കെ വേണം. അവൻ എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചു. അതുകൊണ്ട് ഇതിന് യാതൊരു ഇതുമില്ല. ഉറപ്പായിട്ടും എന്റെ പൊന്നുമോളെ ഞാൻ തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനോട് ക്ഷമ ചോദിക്കാൻ പറ എന്നോട്. അപ്പൊ പിന്നെ എന്റെ കാറ് വാടകയ്ക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കാം. അല്ലാതെ യാതൊരു എക്സ്ക്യൂസും ഇല്ല എന്റെ പൊന്നുമോളെ, പോകാൻ നോക്ക്. അതുകൊണ്ട് മോൾ ഇവിടെ നിന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവന് ജോലി വേറൊരു സ്ഥലത്ത് കിട്ടാനും പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ് എല്ലാരോടും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവന് ജോലി കൊടുക്കരുതെന്ന്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അല്ല സാറേ, ഞാൻ ക്ഷമ ചോദിക്കും എന്റെ സച്ചേട്ടന് വേണ്ടി. നീ ക്ഷമ ചോദിക്കാനോ? നീ അല്ലല്ലോ എന്നെ അടിച്ചത്, നീ അല്ലല്ലോ എന്നെ അടിക്കാൻ വന്നതും എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചതും അവനല്ലേ. അപ്പൊ അവനോട് ഓഫീസിലേക്ക് വരാൻ പറ. വേണമെങ്കിൽ നീയും അവന്റെ കൂടെ വാ. ഭർത്താവിനെ പറഞ്ഞു മനസ്സിലാക്കി നീ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്കെല്ലാം ശരിയാക്കാം. അല്ലാതെ യാതൊരു എക്സ്ക്യൂസും ഇല്ലെന്ന് പറഞ്ഞല്ലോ, ഇവിടുന്ന് പോകാൻ നോക്കാൻ പറഞ്ഞു. ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്കാണ് മനസ്സിൽ ലെട്ട് പൊട്ടിയിരിക്കുകയാണ്. സച്ചിക്ക് വേലയും കൂലി ഇല്ലെന്ന് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ ശ്രുതിക്ക് തന്നെയാണ്. രേവതി ഇതിനൊക്കെ വെച്ചിട്ടുണ്ടടി എന്നൊരു അർത്ഥത്തിലാണ് നമ്മുടെ ശ്രുതി അകത്ത് നിന്ന് ആരെ നോക്കുന്നത്? രേവതിനെ തന്നെ ഇങ്ങനെ നോക്കുന്നത്. അങ്ങനെ ആ ഫിനാൻസർ എടി നിന്നോട് ഇറങ്ങി പോകാനല്ലേടി പറഞ്ഞു ഇവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആട്ടി ഇറക്കി വിടുക തന്നെയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, ഓഹോ ഇതങ്ങനെ പോയാൽ ശരിയാവൂലല്ലോ, കിട്ടിയൊരു അവസരമാണ്, വീട്ടിൽ പോയി എല്ലാവരോടും ഇത് പറഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഏതായാലും നമ്മുടെ രേവതി അങ്ങ് പോയി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്രുതിയും ചന്ദ്രയും രവീന്ദ്രനും സച്ചിയും രേവതിയും ശ്രുതിയൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തോട്ടെ ഇവരോട്. അപ്പം നമ്മുടെ സച്ചിനെയും രേവതിനെയും എന്തോ ഒരു കൂട്ടിലടച്ച പ്രതിനെ പോലെയാണ് അവിടെ നിർത്തിയേക്കുന്നത്. അപ്പൊ ചന്ദ്ര ചോദിക്കുക, അല്ല ശ്രുതി മോളെ, നീ സത്യമാണോ പറഞ്ഞത്? ഇവന് ജോലിയും വേറെ കൂലിയൊന്നും ഇല്ലേ? അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഞാൻ സത്യമാ പറഞ്ഞത് അമ്മേ, സത്യമാ. ഞാന് ഇന്നൊരു ഫിനാൻസറുടെ വീട്ടിലാ പോയത്. ഇന്ന് അവിടെ പോയാണ് ഞാന് മസാജ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട്
എനിക്കിതൊക്കെ കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ, ഓ എന്തൊക്കെയായിരുന്നു അച്ഛാ കണ്ടല്ലോ, നിങ്ങളുടെ മകൻ എല്ലാരോടും കള്ളം പറയുമായിരുന്നു, എന്റെ ഭാര്യ അത് പൊക്കി എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഓ ഇവൻ ദിവസവും ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ, രാവിലെ വേറൊരു കാർ എടുക്കുന്നുണ്ട്, അത് ഓടിക്കുന്നുണ്ട് എന്നൊക്കെ. അതൊക്കെ വെറുതെ ആയിരുന്നല്ലേ, നീ വായിക്ക് തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്നത് എനിക്കറിയാം സച്ചി, പക്ഷെ നീ കള്ളം പറയില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇപ്പം കള്ളവും പറയാൻ തുടങ്ങി, ഇതൊക്കെ നിന്റെ ഭാര്യയുടെ ട്രെയിനിങ് ആയിരിക്കും അല്ലേ? അപ്പൊ ശ്രുതി പറഞ്ഞു, കള്ളത്തരവേ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞ എന്റെ ശ്രുതിനെ എല്ലാവരും അങ്ങ് കുറ്റപ്പെടുത്തുകയല്ലായിരുന്നോ? എന്നിട്ട് കണ്ടോ ഇവരെന്താ ചെയ്തതെന്ന് നോക്കിക്കേ, എന്റെ ഭർത്താവ് അന്തസ്സായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്, ഇവൻ ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ശരിയാ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ഇവൻ ജോലിക്ക് പോകുന്നില്ല. അയ്യേ, ഇവന് ജോലി ഇല്ല, കൂലി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രസംഗം. അപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, സ്വന്തം കാറ് പോയി, വാടക കാറ് പോയി, ഇപ്പം ജോലി പോയി, ഇവള് കാരണം മുഴുവൻ നിനക്ക് കഷ്ടപ്പാടാടാ. ഇവൾ എന്ന് നിന്റെ തലയിൽ കയറിയോ അന്ന് നിന്റെ കഷ്ടകാലം തുടങ്ങിയതാന്ന് ഞാൻ പറഞ്ഞതല്ലേ, അപ്പൊ നീ വിശ്വസിച്ചില്ലല്ലോ, ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ശ്രുതിയും പറഞ്ഞു, എന്റെ ഭർത്താവ് ജോലിക്ക് പോകാൻ നേരത്ത് പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറെ അപമാനിച്ചതാ, പക്ഷെ ഇപ്പം എന്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ടല്ലോ, എന്റെ ദൈവമേ ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാണ് കേട്ടോ എല്ലാരും. മാറി മാറി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനെ കളിയാക്കുന്നു. അപ്പൊ രേവതി പറഞ്ഞു, എന്തിനാ അമ്മേ, എന്തിനാ ശ്രുതി വെറുതെ എന്റെ സച്ചേട്ടനെ ഇട്ട് കളിയാക്കുന്നത്? എന്താടി അവനെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളുന്നുണ്ടോ? രണ്ടുപേരും ഇത്രയും നാളും കള്ളം പറയായിരുന്നില്ലേ? നിനക്ക് ഇതിലൊന്നും പൊതുവെ കാണത്തൊന്നുമില്ല, നീ അവനെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും ഇതെല്ലാം, അതെനിക്ക് നന്നായിട്ട് അറിയാം, നീയാണല്ലോ ഇവനെല്ലാം പഠിപ്പിച്ച് വഷളാക്കുന്നത്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഇവൻ കൊണ്ടുവന്നാണ് ഞങ്ങള് കഴിക്കുന്നതെന്ന് പറഞ്ഞു കുറെ കാലം കുത്തുവായിരുന്നല്ലോ ഞങ്ങളെ, ഇനി കുറെ കാലം ഞങ്ങൾ കൊണ്ടുവരുന്നത് കഴിക്കേണ്ടി വരുമല്ലോ നീയും നിന്റെ ഭാര്യയും. എടാ, നാണവും മാനവും ഉണ്ടെങ്കിലേ ഞങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾ കഴിക്കില്ലടാ. അങ്ങനെ നിങ്ങൾ കഴിക്കരുത്, അങ്ങനെ കഴിച്ചു കഴിഞ്ഞാലേ നാണവും മാനവും ഇല്ലെന്ന് ഞാൻ ഓർക്കുന്നു പറഞ്ഞു. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ, നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അത് പിന്നെ അച്ഛാ, ഇവനല്ലേ എല്ലാം പറയുന്നത് കണക്കൊക്കെ, അപ്പം ഞങ്ങൾക്കും ഒന്ന് കണക്ക് പറഞ്ഞുകൂടെ ഇപ്പം? അപ്പൊ ശ്രുതി പറഞ്ഞു ശ്രുതിയോട്, ഇവരെ പോലെ ആകരുത് ശ്രുതി, നമ്മൾ ഒരിക്കലും ഇവരെ പോലെ ആകാൻ പാടില്ല, നമ്മൾ അങ്ങനെ കണക്ക് പറയരുത്, പിന്നെ നമ്മൾ ഇവരും തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കുന്നതെന്ന് ശ്രുതി പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അപ്പൊ പിന്നെ വാടകക്കാര് പോയല്ലേ മോനെ, വാടക നീ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ലേ, പിന്നെ എന്തിനാ അത് പിടിച്ചോണ്ട് പോയത്? അത് പിന്നെ അച്ഛാ, കുറച്ച് പ്രശ്നമൊക്കെ നടന്നിരുന്നു ഫിനാൻസറുമായിട്ട്, അതും കൊണ്ടാ. അയ്യോ, ചെറിയ പ്രശ്നമോ അച്ഛാ? ചെറിയ പ്രശ്നമൊന്നും അല്ല, വലിയ പ്രശ്നം നടന്നതാ, ആ ഫൈനാൻസറിനെ ഈ സച്ചി അടിക്കാൻ തുടങ്ങി, അതാ പ്രശ്നം എന്നിങ്ങനെ ശ്രുതി പറഞ്ഞപ്പം നമ്മുടെ സച്ചു പറഞ്ഞു, ശ്രുതി, എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നീ പറയരുത്, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പം ചന്ദ്ര പറഞ്ഞു, സച്ചി നീ മിണ്ടാതിരിക്കുക, അടുത്ത മാസം മുതലേ വീട്ടിലെ എല്ലാ ചെലവും നോക്കേണ്ടത് ഈ നിൽക്കുന്ന ശ്രുതിയാ, നീ ആ കാര്യം ഓർത്തോ. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അങ്ങനെയല്ലമ്മേ, ഞാനും ശ്രുതിയും കൂടിയാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ സച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട, ഞാനേ നിങ്ങളുടെ ഔദാര്യത്തിലല്ല ഇവിടെ ജീവിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോഴും അവന് ഒരു കൂസലുമില്ല, നിന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ? ഭാര്യയാണെങ്കിൽ അവിടെ പോയി കാല് പിടിച്ചിട്ട് വന്നേക്കുന്നു, ആരുടെ കാല്? ആ ഫൈനാൻസറുടെ കാല്. ഇതിപ്പം പണ്ടത്തെ പോലെ കുടിച്ചു നടക്കാനായിരിക്കും നിന്റെ പ്ലാന്. വീടും നോക്കാതെ കുടുംബവും നോക്കാതെ നീ കുടിച്ചു കൂത്താടി നടക്ക, അല്ലെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് ഇത് തന്നെ വേണവടാ, നിന്റെ ഭാര്യനെ നീ മര്യാദയ്ക്ക് ഇരുത്തിക്കോ, അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറം ചിലപ്പോ നിനക്ക് സംഭവിച്ചെന്നിരിക്കും. എടാ, പെണ്ണ് പറയുന്നത് കേൾക്കരുത് നീ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതിക്ക് കലി വന്നിട്ട് രേവതി പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതും ഒക്കെ മതി, ഇങ്ങനെയൊക്കെ പറയാനും മാത്രം സച്ചേട്ടൻ എന്താ ചെയ്തത്? എല്ലാം മിണ്ടാൻ നിന്ന് കേൾക്കുന്നു എന്നും പറഞ്ഞാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? എന്ത് ചെയ്തില്ലെന്നാ നീ പറയുന്നത്? ഇവൻ കാണിച്ച കള്ളത്തരത്തിനൊക്കെ നീ കൂട്ടു നിന്നില്ലേടി? അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അതും കൊണ്ടൊന്നും അല്ല, അച്ഛന് വിഷമാകും, അതും കൊണ്ടാ സച്ചേട്ടന് ഇവിടെ ആരോടും പറയാത്തത്, അച്ഛൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമാകും, അച്ഛന്റെ അസുഖം മാറി വരുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് മാത്രമേ ഇദ്ദേഹം ഇവിടെ പറയാതിരുന്നത്. കാറ് പിടിച്ചോണ്ട് പോയെന്ന് കരുതി സച്ചേട്ടൻ ജോലി ചെയ്യാതെ വീട്ടിലൊന്നും ഇരുന്നിട്ടില്ല, അദ്ദേഹം അന്തസ്സായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്, അദ്ദേഹം ജോലിക്ക് പോയിരുന്നു, അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ എന്റെ സച്ചേട്ടനെ ജോലിക്ക് പോയിട്ട് തന്നെയാ എല്ലാ ദിവസവും ഇവിടെ വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, മിണ്ടാതിരിക്കുക രേവതി, നീ എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നത്? സച്ചേട്ടൻ ഒന്ന് ചുമ്മാതിരുന്നേ, ഇവര് പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് കാണുന്നില്ലേ, അതൊന്നും നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല. രേവതി, ബുദ്ധി ഇല്ലാത്ത ഇവരോട് എന്തിനാ നമ്മൾ ഉത്തരം പറയുന്നത്, നമ്മൾ ആൻസർ പറയുന്നത്? അതിന്റെ കാര്യമില്ല, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, മോളെ രേവതി,
സച്ചി ഇപ്പൊ എന്ത് ജോലിക്കാ പോകുന്നത്? അത് മോളിപ്പൊ പറഞ്ഞേ പറ്റൂ, മോള് പറ എന്ന് പറഞ്ഞപ്പം സച്ചി പറഞ്ഞു, ഏയ് ഒന്നുമില്ല അച്ഛാ, പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞില്ല അച്ഛാ, പ്ലീസ് അച്ഛാ. നീ മിണ്ടാതിരിക്കടാ. രേവതി പറ, ഇവനിപ്പം എന്ത് ജോലിക്കാ പോകുന്നേ? അത് പിന്നെ ഒരു ഫ്ലാറ്റില് കാറ് കഴുകുന്ന ജോലി ചെയ്യുമായിരുന്നു സച്ചേട്ടൻ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ സച്ചിക്കും എന്തോ പോലെ ആയിപ്പോയി, രവീന്ദ്രനും അങ്ങ് എന്തോ പോലെ ആയിപ്പോയി, ഭയങ്കര വിഷമമായി പോയിട്ടോ. കാരണം ഒരു ഡ്രൈവർ ആണല്ലോ, പെട്ടെന്ന് കാറ് കഴുകാന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അങ്ങനെ രേവതി പറഞ്ഞു, രാവിലെ മുതൽ രാത്രി വരെ ആ ഫ്ലാറ്റിലെ എല്ലാവരുടെയും കാറ് കഴുകി തുടച്ചു കൊടുക്കണം. അത് ഞാൻ നേരിട്ട് കണ്ടതാച്ചാ. എന്റെ കൂട്ടുകാരി പറഞ്ഞതനുസരിച്ചാ ഞാൻ അങ്ങോട്ടേക്ക് പോയത്. സ്വന്തം കാർ ഓടിച്ചിരുന്ന ആള് മറ്റുള്ളവരുടെ കാറാ ഇപ്പൊ കഴുകുന്നത്. അവിടെ ഒരാളുടെ ഫോൺ കാണാതായപ്പം അത് സച്ചേട്ടൻ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് സച്ചേട്ടനെ ചോദ്യം ചെയ്തു, കള്ളനാക്കി. അവർക്ക് മുമ്പില് അപമാനിതനായിട്ട് നിൽക്കുന്ന സച്ചേട്ടന്റെ മുഖം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് അച്ഛാ. അതുകൊണ്ട് എന്റെ സച്ചേട്ടൻ ജോലിക്ക് പോകാതെയൊന്നും ഇരുന്നിട്ടില്ല. എന്ത് ജോലി ചെയ്തിട്ടാണേലും എന്റെ സച്ചേട്ടൻ കുടുംബം നോക്കും, എന്നെ നോക്കും എന്ന് എനിക്കറിയാം. പിന്നെ അതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ ഞാൻ ആ ഫിനാൻസറിന്റെ അടുത്ത് ചെന്നിട്ട് കാറ് സച്ചേട്ടന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും സച്ചേട്ടനെ അപമാനിക്കാൻ വേണ്ടി ഒന്നുമല്ല. ഇതിൽ എന്താ അച്ഛാ തെറ്റുള്ളത്? പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? ഏതൊരു ഭാര്യയും ചെയ്യുന്ന കാര്യമല്ലേ ഞാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, മോളെ നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ രേവതി പറഞ്ഞു, ദേ ഇവിടെ നിൽക്കുന്നവരോട് ഞാനൊരു കാര്യം പറയുക, ഞങ്ങളുടെ ചെലവ് നിങ്ങൾ ആരും വഹിക്കണ്ട, ഞങ്ങൾ ആർക്കും ഒരു ബാധ്യതയാവില്ല. എല്ലാ മാസവും തരുന്നത് പോലെ ചെലവിലുള്ള ഒരു കാശ് സച്ചേട്ടൻ തരും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഒരിക്കലും സച്ചേട്ടൻ കാരണം ഞാനോ നിങ്ങൾ ആരോ പട്ടിണി കിടക്കേണ്ടി വരില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, മോനെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ജോലിക്ക് വിടില്ലായിരുന്നു. എന്തിനാടാ മോനെ നീ അങ്ങനെ ഒരു ജോലിക്ക് പോയത്? കാശിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് എന്നോട് ചോദിക്കത്തില്ലായിരുന്നോ? ഞാൻ തരില്ലായിരുന്നോ? മോനെ വെറുതെ എല്ലാവരുടെയും അപമാനം ഒക്കെ സഹിച്ച് കള്ളൻ എന്ന പേരൊക്കെ കേട്ട് എന്തിനാ മോനെ വെറുതെ വേറെ ജോലിക്ക് പോയത്? എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. നീ ചെയ്തത് വലിയൊരു തെറ്റായി പോയി, വേണ്ടായിരുന്നു, ഒരിക്കലും ആ ജോലിക്ക് പോകരുതായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രവീന്ദ്രന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കല്ലേ, ഞാൻ തൽക്കാലത്തേക്ക് പോയതല്ലേ. ഡ്രൈവർ ജോലി കിട്ടിക്കഴിഞ്ഞാല് ഞാൻ ഈ ജോലി വിടും, എന്നിട്ട് ഡ്രൈവർ ജോലിക്ക് പോകും. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഓ നിന്റെ കയ്യിലിരി പറയുന്നവര് നിനക്ക് ഡ്രൈവർ ജോലി തരുവോ? ഇല്ലടാ, വീട്ടു ചെലവിന് കാശ് തരണ്ടേ? നീ കാറ് കഴുകുന്ന ജോലി തന്നെ ചെയ്തോ, അത് വിടണ്ട, അതാ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ, അത് തന്നെയാ നിനക്ക് നല്ലത്. ഏതായാലും ഇപ്പം നിനക്ക് പറ്റിയ ജോലിയാ കിട്ടിയിരിക്കുന്നത്, കാറ് കഴുകുന്ന ജോലി. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നീ മിണ്ടാതിരിക്കെ, ചെറുപ്പം മുതലേ ജോലിക്ക് പോയി തുടങ്ങിയതാ ഈ നിൽക്കുന്ന എന്റെ സച്ചി, അത് നിനക്കറിയാലോ. ഇത്രയും കാലം ഈ വീട് പുലർത്തിയത് ആരാണെന്ന് അറിയാലോ, അതും സച്ച് തന്നെയാ. ഇവൻ അധ്വാനിച്ച് വീട്ടിൽ കൊണ്ടുവന്ന 3 നേരം എല്ലാവരും വെട്ടിമിഴുങ്ങിയത്, അതൊന്നും മറക്കരുത് ചന്ദ്രേ. മറന്ന് നീയേ സംസാരിക്കരുത്, തലമറന്ന് എണ്ണ തേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് നീ ചെയ്യരുത്. ഒരിക്കലും ദൈവം നിന്നോട് പൊറുക്കില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയാ. എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു, കുറ്റം പറയലും കണക്ക് പറയലൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എല്ലാവരും ചെന്ന് അവരവരുടെ ജോലി എടുക്കാൻ നോക്ക്. ആരെങ്കിലും അങ്ങോട്ട് കിട്ടിയാലങ്ങ് കുത്തി പറിക്കുകയാണല്ലോ. അപ്പം ചന്ദ്ര പറഞ്ഞ, അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് മോശക്കാരും സച്ചി രേവതി ആണല്ലോ ഇവിടത്തെ പുണ്യവാനും പുണ്യവാളത്തെയൊക്കെ. എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയൊക്കെ അങ്ങ് പോയിട്ടോ. പിന്നെ രേവതിയും സച്ചിയും മാത്രമേ അവിടെ ഉള്ളൂ. നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു നാണക്കേട് പോലെ ആയിപ്പോയി. അപ്പൊ രവീന്ദ്രൻ വീണ്ടും പറഞ്ഞു, സച്ചി നീ ഇതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, നീ ഇനി ആ ജോലിക്ക് പോകാൻ പാടില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ജോലി എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ അച്ഛനോട് നീ പറയാതിരുന്നത് എന്താണെന്ന് എനിക്കറിയാം. കാരണം വേറൊന്നും അല്ല, എന്റെ ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ നീ എന്നോടൊന്നും പറയാതിരുന്നത്. പിന്നെ നിന്നെ ഞാൻ ഈ ജോലിക്ക് ഒരിക്കലും പറഞ്ഞു വിടുന്ന മോന് ഓർക്കണ്ട. ഇപ്പൊ ഈ ജോലി ചെയ്യേണ്ട ആവശ്യം എന്റെ മോനില്ല. ഇനിയിപ്പോ മോന് പൈസ ഇല്ലെങ്കിൽ പോലും അച്ഛന് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, ആ പൈസ വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ അത് നിന്റെ കൈ തരും, നീ അത് ചെലവിനെടുത്താൽ മതി. ഏതായാലും ഈ അച്ഛനെ ഒന്ന് അന്വേഷിക്കട്ടെ, പതുക്കെ മോനും ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഒരു ജോലി കണ്ടുപിടിച്ച് അത് ഡ്രൈവർ എങ്കിൽ ഡ്രൈവർ, എന്നിട്ട് പോയാൽ മതി. ഈ ജോലിക്ക് മോൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും സച്ചി അത് അനുസരിക്കും, നമ്മുടെ രവീന്ദ്രൻ പറയുന്നത് അനുസരിക്കാതിരിക്കത്തില്ലല്ലോ. ഏതായാലും എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി. അങ്ങനെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ മുമ്പിലേക്ക് അങ്ങ് ചെന്നില്ല സച്ചി. നീ എന്താടി മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? നീ എന്താ ഈ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് സച്ചേട്ട പറയുന്നത്? നീ ആരോട് ചോദിച്ചിട്ടാടി ഫിനാൻസറിനെ കാണാൻ പോയത്? നീ എന്നോട് ചോദിച്ചോ ഫിനാൻസറിനെ കാണാൻ പോകുന്നുണ്ടെന്ന്? അദ്ദേഹത്തെ പോയി കാണണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. അത് പിന്നെ അങ്ങനെയൊന്നും സച്ചേട്ട പറഞ്ഞില്ല. നീ ചെന്ന് അദ്ദേഹത്തിന്റെ കാല വീണു അല്ലേ?
എനിക്ക് കാറ് വാടകയ്ക്ക് തരണമെന്ന് പറഞ്ഞ് കെഞ്ചി. അയാളത് നാട് മുഴുവൻ പറഞ്ഞു നടക്കില്ലേ? ഇവിടെയുള്ള ഒരാൾ കണ്ടില്ലേ, അവളും പറയൂല്ലോ നാട് മുഴുവനും. നീ ഇത് കരുതി കൂട്ടി എന്നെ അപമാനിക്കുന്നതാണോ? അയ്യോ സച്ചേട്ട, അങ്ങനെയൊന്നും പറയരുത്. സച്ചേട്ടന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയതും ഇതൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചതും ഒക്കെ. ഞാൻ പറഞ്ഞോ നിന്നോട് ഇങ്ങനെ ചെയ്യാന്, നല്ലത് ചെയ്യാൻ ഞാൻ പറഞ്ഞോ? അത് പിന്നെ ആ ഫ്ലാറ്റിൽ വെച്ച് എല്ലാവരും സച്ചേട്ടനെ അപമാനിച്ചു. എനിക്കിത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ അത് കാരണമാ ഞാൻ അവിടെ പോയി ഫിനാൻസറുടെ മുമ്പിൽ നിന്ന് ആ ഒരു കാർ വാടകയ്ക്ക് തരണമെന്ന് പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും സച്ചേട്ടനെ അപമാനിക്കണം എന്നൊന്നും ഓർത്തിട്ടല്ല. എന്താ നീ പറഞ്ഞത്? എന്നെ അപമാനിക്കാൻ പോയതല്ലെന്ന്. അതെ, അയാൾ എന്നെ അപമാനിച്ച അന്ന് ഇറക്കി വിട്ടത്. അല്ല സച്ചേട്ടൻ എന്ന് ഇറക്കി വിട്ട കാര്യ പറയുന്നേ? അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഞാൻ അയാളുടെ മുമ്പിൽ ചെന്ന് കെഞ്ചി കുറച്ച് പൈസയ്ക്ക് വേണ്ടി, അതും പലിശയ്ക്ക്. പക്ഷെ അയാൾ എന്നെ അവിടെ നിന്നുണ്ടല്ലോ അപമാനിച്ച് ഇറക്കി വിട്ടു. അത് പോരാഞ്ഞിട്ട് എന്റെ അച്ഛൻ ഈ ലോകം വിട്ടു പോയാലും കുഴപ്പമില്ല, അയാൾ പൈസ തരില്ല എന്നും എന്റെ അച്ഛനെ അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. എന്നിട്ടും ഞാൻ അയാളുടെ മുമ്പിൽ ചെന്നിട്ട് ഇപ്പോഴും കൈ നീട്ടി നിന്ന കാറ് വാടകയ്ക്ക് തരണം എന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചു. അന്ന് ഞാൻ അദ്ദേഹത്തിനിട്ട് കൊടുത്തു. അദ്ദേഹത്തിന്റെ കൂടെ കുറെ പേരുണ്ടായിരുന്നു, അവർക്കിട്ടും കൊടുത്തു. അന്ന് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ ചുമ്മാ നിന്ന് കുനിഞ്ഞു നിന്ന് ഇതെല്ലാം കേട്ടിട്ട് പോരണമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം, അല്ല സച്ചേട്ടാ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സത്യമായിട്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ അച്ഛനെ അപമാനിച്ചു എന്ന് അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് പോവില്ലായിരുന്നു. അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏതായാലും സച്ചേട്ടൻ ചെയ്തത് നന്നായി. അദ്ദേഹത്തിന് 2 അടി കൂടുതൽ കൊടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം വെളിയിൽ നിന്ന് നമ്മുടെ രവീന്ദ്രൻ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ രവീന്ദ്രന് മനസ്സിലായി ഏത് സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ സച്ചി കടന്നു പോയതെന്ന്. പിന്നെ കാണിക്കുന്ന സീന് അത് രാവിലെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ നേരെ ഒരു വീട്ടിലേക്ക് പോകുകയാണ്. അപ്പൊ നമ്മുടെ രവീന്ദ്രന്റെ കൂടെ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷും ഉണ്ട് കേട്ടോ. അപ്പൊ വേറെ എങ്ങോട്ടേക്കും അല്ല പോകുന്നത്, സച്ചിയുടെ ആ പഴയ കാറ് മേടിച്ച അയാളുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ ചെന്നിട്ട് അയാളോട് പറഞ്ഞു, അതെ എന്നെ മനസ്സിലായോ, സച്ചിനെ അറിയോ, സച്ചിയുടെ കയ്യിൽ നിന്ന് ഈ കാറ് മേടിച്ചത് ഞാന് അവന്റെ കൂട്ടുകാരനാന്ന് പറയുമ്പോ ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ താങ്കളെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നത്. എനിക്കായിരുന്നു അസുഖം, എന്റെ മോനാണ് സച്ചി. അവന് ആ സമയത്ത് സാറിന്റെ അടുത്ത് വന്ന് ഈ കാർ തന്ന എന്റെ ജീവൻ രക്ഷിച്ചത്, ഒരുപാട് നന്ദിയുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പതുക്കെ ആ കാറിന്റെ അങ്ങോട്ടേക്ക് ചെന്ന് ആ കാറിൽ ഇങ്ങനെ തൊട്ട് തലോടുകയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ. അപ്പൊ ആ ഒരു കാറ് മേടിക്കാൻ തന്നെയാണ് നമ്മുടെ രവീന്ദ്രന്റെ ലക്ഷ്യം. ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.